പുതിയ വീഡിയോ കേട്ടോ. തുടങ്ങാമല്ലേ? അപ്പോൾ അതിനു മുമ്പ് ഇന്ന് ക്രിസ്മസ് ആണ്. ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, വിഷമങ്ങളൊക്കെ കുറച്ചധികം മറക്കുക, ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കുക. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് വേറൊരു കാര്യം, എനിക്ക് നല്ല വ്യൂസ് ഉണ്ട്, പക്ഷേ ലൈക്കില്ല, കമൻ്റ് ഇല്ല, സബ്സ്ക്രൈബറും കയറുന്നില്ല. അതെന്താ? നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട്, എനിക്കൊന്ന് ലൈക്ക് ചെയ്തൂടെ? എന്തായാലും കാണുന്നതന്നെ, അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യൂ. എൻ്റെ അവതരണം ബോറായിട്ടാണോ, ഇനിയിപ്പോൾ ഞാൻ വലിയ അധിക പ്രസംഗിയാണോ അങ്ങനെയൊക്കെ തോന്നിയിട്ടാണോ എന്താണെന്നറിയില്ല. എന്താണെങ്കിലും നിങ്ങൾക്ക് തോന്നണേ ദേഷ്യമാണെന്ന് തോന്നുന്നത് വെച്ചാൽ അതെങ്കിലും കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ കമൻറ്റെങ്കിലും കയറില്ലേ. എന്തായാലും കാണുന്നൊരു ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യാൻ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പ്ലീസ്. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് എടുക്കുകയാണ്. മുടിയുടെ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് മുടിക്കുള്ള ടിപ്പാണ്. കുറേ പേര് കുറേ പ്രാവശ്യം ചെയ്തിട്ടുള്ള വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുക്കുന്നത്. അപ്പോൾ കുറേ പ്രാവശ്യം ചെയ്തിട്ടുള്ള വീഡിയോ ആകുമ്പോൾ അതിൻ്റെ എന്താ പറയുക, ഒരു പോസിറ്റീവ് കൂടുതലായതുകൊണ്ടാണല്ലോ ഇങ്ങനെ പിന്നെ ആൾക്കാർ ചെയ്യണതും. അത് കണ്ടിട്ട് ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെന്ന് തോന്നിയിട്ട് എനിക്ക് ചെയ്യാൻ തോന്നിയത് അതൊക്കെ തന്നെയാണ്. കുറേ ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണ്ട, ഒരൊറ്റ സംഭവമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അധികം ചിലവും വരുന്നില്ല. നിങ്ങൾക്ക് അത് കുറേ മേടിക്കും വേണ്ട, കുറച്ച് വാങ്ങിയിട്ട് ചെയ്ത് നോക്കിയിട്ട് പൊട്ടയാൻ തോന്നുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യേണ്ട നിർത്താലോ. മുടി എന്തായാലും കൊഴിയില്ല ഇത് ചെയ്തുകൊണ്ട്, അത് ഉറപ്പാണ്. കൊഴിച്ചിൽ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ തുടങ്ങുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് എനിക്ക് കുറച്ച് നാൾ മുമ്പൊക്കെ ഒരു വർഷം മുമ്പൊക്കെ നന്നായിട്ട് നല്ല തിക്കുള്ള മുടി തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഹെയർ കട്ട് ചെയ്ത് പോയിട്ട് ഫ്രണ്ട്സ് ചെയ്തിരുന്നത്. അപ്പോൾ ഹെയർ കട്ട് ചെയ്തപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കട്ടാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ യു അല്ല വിയു അല്ല അങ്ങനത്തെ ഒരു കട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതും ഇപ്പോൾ കൂടി ആയപ്പോൾ മുടി നന്നായിട്ട് കൊഴിയാൻ തുടങ്ങി. പക്ഷെ ഞാൻ സ്പായും ഹോട്ട് ഓയിൽ, ഹെന്ന അതൊക്കെ ഞാൻ കണ്ടിന്യൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ കുറേ വീഡിയോസ് യൂട്യൂബിൽ വരുന്നുണ്ടല്ലോ, ഈ സംഭവം നല്ലതായിരിക്കും, നമുക്ക് ചെയ്ത് നോക്കിയാലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ 1-2 പേര് ഒരുമിച്ച് ഇത് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ചെയ്ത എല്ലാവർക്കും നല്ല പോസിറ്റീവ് റെസ്പോണ്ടാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പേര് ഈ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഞാനും കൂടി ചെയ്യാം, എൻ്റെ എക്സ്പീരിയൻസും കൂടി പറയാമെന്ന് വെച്ചിട്ട് ഞാൻ ഇത് എടുത്തു കേട്ടോ. അപ്പോൾ കുറേ നേരം വലിച്ചു കിട്ടാൻ തുടങ്ങിയിട്ട് പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്ലാക്സ് സീഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചണവിത്ത്. അത് അധികം വിലയൊന്നുമില്ല, ഒരു കുറച്ച് മേടിക്കും, ഒരു 50 ഗ്രാമൊക്കെ മേടിക്കാം. ഒരു 3-4 ഗ്ലാസ് വെള്ളത്തിൽ അത് 50 ഗ്രാം മൊത്തം ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് അത് ഒരൊറ്റ ഗ്ലാസ്സാക്കി മാറ്റുക. അതിനുശേഷം അത് തണുപ്പിച്ചിട്ട് അരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അരിപ്പയിൽ വെച്ച് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല കൊഴുകൊഴുത്തൊരു വെള്ളമായിട്ട് മാറുക. അപ്പോൾ അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു വൈറ്റ് തുണിയിൽ അരിച്ചെടുക്കുക, പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട്, പിള്ളേർ പുറത്തുണ്ട് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്, നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുക. തണുത്തതിന് ശേഷം കേട്ടോ, ചൂടോടെ തേക്കരുത്. തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളയുക. ഇത് ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്യുക. പക്ഷെ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ തലയിൽ ഒട്ടും എണ്ണമയമോ അതുപോലെ അഴുക്കോ വേർപ്പോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. എന്നാലാണ് ഇത് ചെയ്തിട്ട് നമ്മൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ മസാജ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ എഫക്റ്റ് നമ്മുടെ തലയിൽ കിട്ടും. അപ്പോൾ ഇത് ചെയ്യുക. അതിനുശേഷം 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. ഇതൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഈ ചണവിത്ത് നമുക്ക് അരച്ച് പേസ്റ്റാക്കിയിട്ട് നമുക്ക് മുഖത്തിട്ട് കഴിഞ്ഞാൽ അത് നല്ലൊരു ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് 2 ഗുണങ്ങളുണ്ട്, തലയിലേക്കും ചെയ്യാം അതുപോലെ മുഖത്തും ചെയ്യാം. ഞാനിത് ചെയ്തപ്പോൾ ഇത് നമ്മൾ ഈ 50 ഗ്രാം എടുത്തിട്ട് ഒരു 3 ഗ്ലാസ് വെള്ളത്തിലൊക്കെ ഒഴിച്ചിട്ട് നമ്മളത് 1 ഗ്ലാസ്സാക്കി മാറ്റി കഴിഞ്ഞാൽ നമ്മളതിന് തലയിൽ തയ്ക്കാനായിട്ട് 1-2 ടീസ്പൂൺ മാത്രം നമ്മളത് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് വേസ്റ്റ് ആവും. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് നമുക്ക് തേക്കണേന് കുറച്ചൊരു അരമണിക്കൂർ മുമ്പ് എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് വിട്ടതിന് ശേഷം മാത്രം തേച്ചാൽ മതി. അല്ലെങ്കിൽ ചിലവർക്ക് കോൾഡ് വരാൻ സാധ്യതയുണ്ട്. ഈ തണുത്ത സംഭവം തലയിൽ തേക്കുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് പനിയും കോൾഡൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്ത് കാണിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇതൊരു കുപ്പിയിൽ ഉണ്ടാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. ഇനിയിപ്പോൾ അത് പിന്നെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ അത് വേസ്റ്റ് ആവും. അത് കുറേ കാലം ഇരുന്ന് കഴിഞ്ഞാൽ 1-2 മാസം അടുപ്പിച്ച് ഫ്രിഡ്ജിൽ ഇരുന്ന് കഴിഞ്ഞാൽ കറണ്ട് പോകുന്ന സമയത്ത് ഫ്രിഡ്ജ് ഓഫ് ആവുകയൊക്കെ ചെയ്യുമ്പോൾ അത് പുളിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നാളത്തേക്ക്, ഒരു 2 ആഴ്ചയിലേക്കോ 1 മാസത്തേക്കുള്ളതോ ഫസ്റ്റ് ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ എന്താ പറയുക, നമുക്ക് താല്പര്യമില്ല എന്ന് വെച്ചാൽ അവർക്കത് പറ്റിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കത് കളയുകയും ചെയ്യാമല്ലോ, യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അത് മുഖത്ത് തേക്കാം കേട്ടോ. മുഖത്ത് തേച്ചാലും വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല, തലയിലും സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല, അതുറപ്പാണ്. പക്ഷെ ചിലരുടെ സ്കിന്നിന് ചിലപ്പോൾ അത് പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമുക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാം.
അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആദ്യം കുറച്ചുണ്ടാക്കാൻ. ഞാനിപ്പോൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച കാരണമാണ് ഞാൻ കാണിച്ചു തരാത്തത്. ഞാൻ ഉണ്ടാക്കിയത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്നരാടം അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴേക്കാണ് ഞാൻ തേക്കണത്. അപ്പോൾ ഞാൻ അന്ന് മുടി വെട്ടിയ സമയത്ത് കുറച്ച് നാൾ മുമ്പ് ഞാൻ പറഞ്ഞില്ല മുടി വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. തിക്ക് കുറഞ്ഞ സമയത്താണ് ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞതും ഞാൻ കുറേ വീഡിയോസ് നോക്കിയപ്പോൾ ഞാൻ കണ്ടത്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി ഞാൻ തേച്ചു. ഇപ്പോൾ എനിക്ക് പിന്നെയും തിക്കൊക്കെ മുടി അത്യാവശ്യം തിക്ക് കാണണ്ടാവില്ല, നല്ല അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് തിക്കും ഉണ്ട്. ഇവിടെയൊക്കെ വെട്ടിയിട്ട് കാരണമാണ് കേട്ടോ തിക്ക് താഴ്ത്തിക്ക് കുറവ് തോന്നുന്നത്. അത്യാവശ്യം തിക്കുണ്ട്. പിന്നെ അത് മാത്രമല്ല എനിക്ക് ഇവിടെയൊക്കെ നന്നായിട്ട് ഇങ്ങനെ കഷണ്ടി പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ബേബി ഹെയറൊക്കെ വന്നു തുടങ്ങിയിരുന്നു അത്യാവശ്യം ഇത് തേച്ചിട്ട്. ഞാൻ ഇവിടെയൊക്കെ തേച്ച് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യും. തല ചെറുതായിട്ട് ചൂടാവണ വരെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഒരു 2 ആഴ്ചക്കുള്ളൊക്കെ തന്നെ മാറ്റം വരാൻ തുടങ്ങും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബി ഹെയർ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നല്ലതാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇത് ചെയ്തതിന് ശേഷം നമുക്ക് എന്താ പറയുക, തലയിലിരിക്കുമ്പോൾ നമുക്കൊരു വഴുവഴുപ്പ് തോന്നും. അപ്പോൾ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് കളയണമെന്ന് പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഷാമ്പു യൂസ് ചെയ്യാം. ഷാമ്പു യൂസ് ചെയ്യാതെ നമുക്ക് നന്നായിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് കഴുകി കളഞ്ഞാലും പോകാമെന്നുള്ളൂ. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം തലയിൽ ഇരുന്നിട്ട് നമുക്ക് ഇറിറ്റേഷൻ ആവണ്ട എന്ന് തോന്നുന്നുള്ളവർക്ക് നമുക്ക് ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടീഷണറും മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഇതിപ്പോൾ തലയിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ തലയിൽ വെച്ച് നടന്നുകൊണ്ട് നമുക്കൊരു ഉപകാരം ഉണ്ടാവില്ല. കാരണം നമ്മൾ ആ മസാജ് ചെയ്യണ സമയത്ത് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ റൂട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഇത് കുറേ തലയിൽ വെച്ചിട്ട് യാതൊരു ഉപകാരവും ഇല്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഇനിയിപ്പോൾ അഥവാ തലയിൽ അത് വെച്ച് ഉണങ്ങി നമ്മൾ ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് വാഷ് ചെയ്യണുള്ളൂ, ഷാമ്പൂ കണ്ടീഷണറൊന്നും യൂസ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ അതും കുഴപ്പമില്ല. നമുക്ക് എന്താ പറയുക സാധാ വാഷിൽ തന്നെ അത് പോകുന്നതാണ്. അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് മാറ്റം ഇല്ലയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ കുഴപ്പം കൊണ്ടോ ഈ ഇപ്പോൾ ചെയ്ത പാക്കിൻ്റെ കുഴപ്പങ്ങളോ അല്ലെങ്കിൽ സ്പാ ചെയ്യാത്തതിൻ്റെയോ അല്ലെങ്കിൽ ഹെന്ന ചെയ്യാത്തതിൻ്റെയോ ഫോട്ടോയിൽ അങ്ങനെ തലയ്ക്ക് വേണ്ടിയുള്ള മുടിക്ക് വേണ്ടിയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്തതിൻ്റെയും കുഴപ്പം കൊണ്ടായിരിക്കില്ല ചിലപ്പോൾ നമുക്ക് മുടി വളരാത്തതോ അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്നതോ സ്പ്ലിറ്റൻസോ ഉണ്ടാവുന്നത്. അതിൻ്റെ കാരണം നമ്മുടെ ബോഡിയിലുള്ള എന്തെങ്കിലും വിറ്റാമിൻ്റെ കുറവുകൊണ്ടായിരിക്കും. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ബ്ലഡ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിറ്റാമിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോൾ കാൽസ്യം അങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഡെർമറ്റോളജി ഒന്നും പഠിച്ചിട്ടില്ല, അതുപോലെ മെഡിസിനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് വലിയ കാര്യമായിട്ട് എടുത്തില്ല. അപ്പോൾ പലരും ഇവിടെ പാർലറിൽ വന്നിട്ട് പറയണേക്കാം എന്ത് ചെയ്തിട്ടും മുടി വളരുന്നില്ല, അതുപോലെ നല്ല കൊഴിച്ചിലാണ് പറയുമ്പോൾ എല്ലാ മാസം സ്പാ ചെയ്യുന്നുണ്ട്, അതുപോലെ ഫോട്ടോയിൽ ഹെന്ന അതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ മുടി വളർച്ചയ്ക്കോ അല്ലെങ്കിൽ കൊഴിച്ചിലിനോ സ്പ്ലിറ്റൻസിനോ ഒന്നും ഒരു മാറ്റം വരുന്നില്ല എന്ന് പറയണേക്കാം. അപ്പോൾ അത് അവരുടെ ബോഡിയുടെ ഉള്ളിൽ നിന്നുള്ള എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയാറുണ്ട് നിങ്ങളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്ക്, എന്തെങ്കിലും കുറവുണ്ടായിരിക്കും, ചിലപ്പോൾ കാൽസ്യം ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും വിറ്റാമിൻ്റെ കുറവുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം ആ കുറവ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള മെഡിസിൻ ഡോക്ടർ മുഖേന നമ്മൾ ചെയ്തതിന് ശേഷം ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ടിപ്സുകൾ തലയിൽ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഉപകാരത്തിൽ ഉണ്ടാവുള്ളൂ. അല്ലാതെ കുറേ ടിപ്സുകൾ നമ്മൾ കാണുന്ന വീഡിയോസ് മുഴുവൻ നമ്മൾ തലയിൽ ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ മാറ്റം ഉണ്ടായിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ മാറ്റം ഉണ്ടാവുകയും ചെയ്യും. അപ്പം അത് അങ്ങനെ സംഭവം അങ്ങനെ ഒരു കാര്യം. അപ്പോൾ എന്തായാലും ഈ ചണകത്തിൻ്റെ ഫ്ലാക്സ് സീഡിൻ്റെ ടിപ്പ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. അതിനധികം ചിലവൊന്നും വരുന്നില്ല. ആകെ കൂടി വേണ്ടത് കുറച്ച് ചണകത്തും കുറച്ച് വെള്ളവും മാത്രമാണ്. അത് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക. നെഗറ്റീവ് ആണെങ്കിലും അറിയിക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ വ്യൂസിൻ്റെയും ലൈക്സിൻ്റെയും സബ്സ്ക്രൈബിൻ്റെയും ഒക്കെ കാര്യം. അപ്പോൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യുക, നന്നായിട്ട് എന്താ പറയുക കാണും. ഒരു വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്ത് കാണാതെ മൊത്തം ഇരുന്ന് കാണുക. കാരണം ആ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ട കാര്യം മാത്രം എടുത്തിട്ട് കാര്യമില്ല, അത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന് മുൻപോ പറയുന്ന കാര്യങ്ങളും ചിലപ്പോൾ ഇത് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് മൊത്തം ഇരുന്ന് കണ്ടാലേ. അപ്പോൾ ഞാൻ ചണകത്തിൻ്റെ ടിപ്പ് ചെയ്തിട്ട് ചിലർ ആ ഒരു ടിപ്പ് കിട്ടിയപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോകും. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അപ്പോൾ നമ്മുടെ തലയിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഡോക്ടർ അല്ലെങ്കിൽ മെഡിക്കൽ ചെക്കപ്പ് അല്ലെങ്കിൽ മെഡിസിൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നികത്തിയതിന് ശേഷം ടിപ്പുകൾ യൂസ് ചെയ്താൽ തലയിൽ മുടിക്ക് മാറ്റം വരുള്ളൂ എന്ന് പറഞ്ഞില്ല. അപ്പോൾ അതൊന്നും അവർ കണ്ടിട്ടുണ്ടാവില്ല. അതൊക്കെ അവർക്ക് ആവശ്യമുള്ള മാത്രം ഇൻഗ്രീഡിയൻറ്റ് മാത്രം കിട്ടി. ഞാനും മുൻപ് അങ്ങനെയൊക്കെ തന്നെ ചെയ്തിരുന്നത്. ആ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ സ്പോട്ടിൽ സ്കിപ്പ് അടിച്ച് പോയി അവരത് ചെയ്ത് നോക്കും. അപ്പോൾ നോക്കുമ്പോൾ മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ചിലപ്പോൾ എന്ത് ടിപ്പ് തലയിൽ യൂസ് ചെയ്താലും മാറ്റം വരാത്ത ആൾക്കാരായിരിക്കും അവർ. അത് ചിലപ്പോൾ ബോഡിയുടെ ഉള്ളിൽ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡിൽ എന്തെങ്കിലും കണ്ടൻറ്റിൻ്റെ കുറവുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിറ്റാമിൻ്റെയൊക്കെ കുറവുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ മുടി ഒഴിച്ചിൽ അങ്ങനെ പൊട്ടലും താരനൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ ഈ പറയുന്ന ടിപ്പ് ചെയ്ത് നോക്കിയിട്ട് അത് വെറുതെ അതൊന്നും വർക്കൗട്ട് ആവില്ല, നുണ പറയുകയാണ്, റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് ആളാകാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്
നമ്മളതിനെ തള്ളിക്കളയും. പക്ഷേ അതിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കാതെ വിട്ടതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ കാണുമ്പോൾ ഇത്രയും ലോങ് വീഡിയോ ആകുമ്പോൾ ചിലപ്പോൾ മെനക്കെട്ടിരുന്ന് ആരും കാണാൻ ശ്രമിക്കില്ല. പക്ഷേ എന്നാലും കുറച്ചെങ്കിലും അതിലത്തെ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. ടാറ്റാ. അടുത്ത വീഡിയോ ഞാൻ നാളെ ഇടാം. എല്ലാവരും കാണണേ. ടാറ്റാ.